കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാത്തി ആപ്പ് വളരെ വലിയ വിവാദമായിരുന്നു. പുതുതായി ഇന്ത്യയിൽ വരുന്ന എല്ലാ ഫോണുകളിലും നിർബന്ധമായും കേന്ദ്ര ടെലികോം വകുപ്പ് രൂപം നൽകിയ ആപ്പായ സഞ്ചാർ സാത്തി ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് പുറത്തിറക്കിയത്. രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി വാട്സ്ആപ്പ് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ സിം കാർഡ് നിർബന്ധമാണെന്ന ഉത്തരവിന് പിന്നാലെയാണ് സഞ്ചാർ സാത്തി ആപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. എന്നാൽ ആപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലായിരുന്നു. കൂടാതെ ഇതേക്കുറിച്ച് നിരവധി ചർച്ചകളും ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ആപ്പിൾ, സാംസങ്, ഗൂഗിൾ തുടങ്ങി വമ്പൻ കമ്പനികൾക്കെല്ലാം ബാധകമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാണ് ഇങ്ങനെയൊരു തീരുമാനം എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ സർക്കാരിന്റെ ഈ വാദങ്ങൾക്കെതിരായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. രാജ്യത്തെ ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു ട്രിക്കാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കൂടാതെ ഈ വിഷയത്തിൽ പാർലമെന്റിൽ വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചത്. പൗരരുടെ ജീവിതത്തിലേക്ക് ബിഗ് ബോസിനെ പോലെ കടന്നുകയറി അവരുടെ സ്വകാര്യതയിൽ തലയിടുന്നതിനു വേണ്ടിയുള്ള നീക്കമാണിതെന്നും പ്രതിപക്ഷം ഉന്നയിച്ചു. സത്യത്തിൽ പ്രതിപക്ഷം പറയുന്നതിലും കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തെ ജനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി മാത്രമാണ് സർക്കാർ ഈ ആപ്പ് ഇറക്കിയതെന്ന് പറയേണ്ടി വരും. പെഗാസസ് ഉപയോഗിച്ച് രാജ്യത്തെ പൗരപ്രമുഖരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതുപോലുള്ള നീക്കമാണിത്. കൂടാതെ ആപ്പ് മൊബൈലുകളിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏകപക്ഷീയമായ നിർദ്ദേശമാണിതെന്നുള്ള ആരോപണവും പ്രതിപക്ഷം ഉയർത്തി. എന്നാൽ പ്രതിപക്ഷം മാത്രമല്ല, ലോകോത്തര മൊബൈൽ കമ്പനികളായ ആപ്പിളും ഗൂഗിളും കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്ക് എതിരാണ്. ഈ നീക്കം ഉപകരണങ്ങളിൽ സിസ്റ്റം തലത്തിലും സ്വകാര്യതയുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ വെല്ലുവിളികൾക്കിടയാക്കുമെന്ന് കമ്പനികൾ അഭിപ്രായപ്പെടുന്നു. ഈ ആശങ്കകൾ ഉന്നയിച്ച് തീരുമാനത്തിനെതിരെ കമ്പനികൾ സർക്കാരിനെ സമീപിക്കുമെന്നും ഇരു കമ്പനികളും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്നലെ ഇത്രയും വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ ആപ്പ് ഡിലീറ്റ് ആക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. നേരത്തെ ഈ സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കടുത്ത എതിർപ്പിന് പിന്നാലെ സഞ്ചാർ സാത്തി ആപ്പ് മൊബൈലുകളിൽ നിർബന്ധമാക്കണമെന്ന ഉത്തരവ് കേന്ദ്രം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. അങ്ങനെയൊടുക്കം ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്.